സന്നിധി തന്നിൽ നായക എന്നും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. അതിമനോഹരമായ നല്ല പ്രഭാതത്തിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് കണ്ടുമുട്ടുവാൻ സ്വർഗത്തിലെ നല്ല നാഥൻ നമ്മെ ഇടയാക്കിയ വിധങ്ങൾക്കായിട്ട് നല്ല നാഥന് നന്ദി പറയുകയാണ്. വീണ്ടും നമുക്ക് ഏവർക്കും സൗത്ത് കേരള സെക്ഷൻ മിഷൻ 7 ദൈവത്തിൻ്റെ നിത്യസത്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും പഠിക്കുവാനും നമുക്ക് ഏവർക്കും ലഭിച്ച ഈ സുവർണ അവസരം, പ്രത്യേകിച്ച് അന്ത്യകാലത്ത് ദൈവം പഠിക്കുവാൻ നൽകിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഏവരെയും ഞാൻ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എത്ര മൃഗതുല്യം, ഈ വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ അല്പ നിമിഷം ചിന്തിക്കാം. എത്ര മൃഗതുല്യം. എൻ്റെ വേദഭാഗം നമുക്ക് നൽകിയ വെളിപ്പാട് പുസ്തകം അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1-ാം വാക്യമാണ്. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണ നാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. നമുക്കേവർക്കും സുപരിതമായ ഒരു വേദഭാഗമാണ്. വാസ്തവത്തിൽ ഞെട്ടുന്ന, ഭയപ്പെടുന്നതായ മൃഗത്തെക്കുറിച്ചാണ് ഈ വെളിപ്പാട് പുസ്തകം 13-ാമത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചിലപ്പോൾ ഒരു ചീങ്കണ്ണി കാടുകളിലൂടെ മന്ദം ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുമ്പോൾ സമുദ്രങ്ങളിൽ താമസം ചില ആൾക്കാർക്ക് ഭയപ്പാടുണ്ടാകാം. എന്നാൽ അതിനേക്കാൾ ശക്തമായ ഭയപ്പാടുകളാണ് നാം കാണുന്നതായ, പറയപ്പെട്ടതായ വെളിപാട് പുസ്തകം 14-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതായ അതിഭീകരമായ മൃഗങ്ങളെക്കുറിച്ച്. ലോകവ്യാപകമായിട്ട് പ്രത്യേകിച്ച് ദൈവകൽപ്പന യേശുവിലെ വിശ്വാസം കാത്തുകൊള്ളുന്നവരെയും അതുപോലെ ജനസമൂഹത്തെ നശിപ്പിക്കുവാനും വശീകരിക്കുവാനും ഈ മൃഗതുല്യമായ സാമ്രാജ്യങ്ങൾ ഉടലെടുത്ത് കഴിഞ്ഞു എന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാം. അത് സത്യവേദ പുസ്തകം നന്നായി പഠിക്കുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും അതിൻ്റെ നിജസത്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അത് മാത്രമല്ല, ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇനിയും പൂർണ്ണ ആശ്രയത്തിലായിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം വെളിപാടുകൾ നൽകുക തന്നെ ചെയ്യും. ഇവിടെ ബൈബിൾ പ്രവചനത്തിൽ ഒരു മൃഗം എന്ന് പറഞ്ഞ ഒരു രാജ്യത്തെയാണ്, വെള്ളം എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ സമുദ്രം എന്ന് പറഞ്ഞിരിക്കുന്നത് ജനസമൂഹത്തെയാണ്. അപ്പോൾ ഉത്ഭവിക്കാൻ പോകുന്ന ഒരു സാമ്രാജ്യം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന അല്ലെങ്കിൽ ജനസമൂഹത്തിൽ നിന്ന് ഒരു ശക്തനായ 7 തലയും 10 കൊമ്പുള്ളതായ ഒരു മൃഗം പ്രത്യക്ഷപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾ സ്വാഭാവികമായി ഒന്ന് ചിന്തിച്ചു നോക്കുക. ലോകവ്യാപകമായി എന്നെ ഒരു കൊടിക്കീഴിൽ വരുത്തുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ ശക്തിയെക്കുറിച്ചാണ് ഈ വേദഭാഗം നമ്മളെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ ഒരു മൃഗം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു രാജ്യത്തെയും അതുപോലെ തന്നെ സമുദ്രം എന്ന് പറഞ്ഞിരിക്കുന്നത്, വെള്ളം എന്ന് പറയുന്ന ജനസമൂഹത്തെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. വെളിപാട് പുസ്തകം അതിന്റെ 17-ാം അധ്യായം 15 ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടതായ ഒരു വലിയ സത്യം, ജനം അല്ലെങ്കിൽ വിശ്വസ്തരായിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ വളരെ പ്രാർത്ഥനയോടുകൂടെ നാം മുന്നോട്ട് പോകേണ്ടതും അവരവരുടെ വിശ്വാസങ്ങൾ കാത്ത് സൂക്ഷിക്കേണ്ടതുമാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഇവിടെ തീ നിറമുള്ള ഒരു മഹാസർപ്പത്തിനും അത് മാത്രമല്ല പൊരുത്തപ്പെടാത്തതായും നമുക്ക് തിരിച്ചറിയാൻ കഴിയും എന്നുള്ള കാര്യം മറന്നു. കാരണം വേദപുസ്തകത്തിലൂടെ മൃഗങ്ങളെ നമുക്ക് മനസ്സിലാക്കുന്ന കാണാൻ സാധിക്കും. റോമ സാമ്രാജ്യത്തിൻ്റെ ലോകവ്യാപകമായിട്ട് ഇനി ഭരിക്കാൻ പോകുന്ന ഒരു കൊടിക്കീഴിലാക്കിക്കൊണ്ടിരിക്കുന്നതായ ശക്തനായ ഒരു മൃഗത്തെയാണ് നമ്മൾ ഇവിടെ കാണുമ്പോൾ കേൾക്കുമ്പോൾ ഭയാനകമായ വിധത്തിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, നിയമങ്ങൾ എത്രമാത്രം ഭീകരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കാണാൻ സാധിക്കും. പ്രിയ ദൈവമക്കളെ, നാം എന്ന് ദൈവകൽപ്പന യേശുവിന്റെ വിശ്വാസം കാത്തുകൊള്ളുന്ന ദൈവമക്കളായി നാം നിലകൊള്ളുമ്പോൾ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടാം.
അത് മാത്രമേ ലോകത്ത് നമുക്ക് ഒരുപക്ഷെ ജീവിക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ വരാം. കാരണം മൃഗം എന്ന് പറഞ്ഞ ഒരു സാമ്രാജ്യം, സമുദ്രമെന്ന് പറഞ്ഞിരിക്കുന്ന ആ വലിയ ജനസമൂഹത്തിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗം, ആ മൃഗം അല്ലെങ്കിൽ ആ സാമ്രാജ്യം ജനസമൂഹം മുഴുവനും അംഗീകരിക്കുന്ന ഒരു കാലഘട്ടം വരികയാണ്. പക്ഷേ ഇത് അംഗീകരിക്കാൻ കഴിയാത്തതായ ദൈവകൽപ്പന യേശുവിൽ വിശ്വാസം കാത്തുള്ള ദൈവത്തിന്റെ മക്കൾക്ക് ഒരു ഭയപ്പാടില്ല. കാരണം ഇത് സംഭവിക്കേണ്ടത് തന്നെ നമുക്ക് ഏവർക്കും അറിയാം. വിഭിന്നമായ രാജ്യങ്ങളും എല്ലാവരും കൈകോർത്തുകൊണ്ട് ദൈവകൽപ്പനയും യേശുവിൽ വിശ്വാസം കാത്തുള്ള മക്കൾക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ നമുക്കൊന്നു മാത്രമേ ഉള്ളൂ: ഏക സത്യദൈവമായ യേശു ക്രിസ്തുവിനെയും മാത്രമല്ല ദൈവകൽപ്പനയും കാത്തുകൊള്ളുന്ന ദൈവമക്കൾക്കൊരു വിജയമുണ്ട്. ആ വിജയത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് വിജയിക്കുന്ന കാണാൻ കഴിയും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നാം എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ഭയാനകമായ മൃഗങ്ങളെ കുറിച്ച് കാണുമ്പോൾ കേൾക്കുമ്പോൾ നമ്മൾ അതിനേക്കാൾ ഭയപ്പെടാറുണ്ട്, വാസ്തവമാണ്. പക്ഷേ ദൈവകൽപ്പന പ്രമാണിക്കുന്ന മക്കൾക്ക് ഇതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവർ നന്നായി മനസ്സിലാക്കിയിരിക്കണം, ലോകത്തെ ഭരിച്ചു മുടിക്കുന്ന ഒരു കുടിക്കിലാക്കുന്ന ഒരു രാജ്യവും അതുപോലെ സാമ്രാജ്യം ഉടലെടുക്കാൻ പോകുന്നു. പക്ഷെ നാം യേശു ക്രിസ്തുവിനാൽ മുദ്രയിടപ്പെട്ടവരായി ദൈവകൽപ്പന യേശുവിൽ വിശ്വാസം കാത്തുകൊണ്ട് ജീവിക്കുന്നവരായി തീരാം. നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം: അതേ കർത്താവേ, ചിലപ്പോഴൊക്കെ അമ്പരപ്പിക്കുന്ന ഈ ചിഹ്നങ്ങൾ പഠിക്കുമ്പോൾ ഒരുപക്ഷെ നിന്റെ പ്രവചനീക വചനവും ശക്തിയും വിവേചിക്കുവാൻ ഞങ്ങൾക്ക് അറിവ് അല്ലെങ്കിൽ ജ്ഞാനം നൽകണമേ. അതിനായിട്ടായിരിക്കണം നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കണം. വലിയ ജ്ഞാനം, വലിയൊരു അറിവ് നമുക്ക് ലഭിക്കണം. അന്ത്യകാലത്തിലേക്ക് എത്തിയിരിക്കുന്ന നമുക്ക് അത് ഏറ്റവും അനിവാര്യമാണ്. നമ്മുടെ കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ശക്തമായ ഒരു വലിയ എത്ര മൃഗതുല്യം എന്നുള്ള വചനം ഞങ്ങൾ പഠിച്ചിരിക്കുന്നു. മൃഗത്തിന് തുല്യമായ ചില സാമ്രാജ്യങ്ങൾ, ഉടലെടുക്കുന്ന കാഴ്ചകളും സംഭവങ്ങളും വെളിപാട് പുസ്തകത്തിലൂടെ നമ്മുടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ തുടർന്ന് മനസ്സിലാക്കുവാനുള്ള ശക്തിയും ബലവും ജ്ഞാനവും ഞങ്ങൾക്ക് നൽകണം. പ്രേക്ഷകർ ഓരോരുത്തരായി അതിനെ അനുഗ്രഹിക്കണം, അവരതിനായി ബലപ്പെടുത്തണം, കൃപ കൊണ്ട് നിറയ്ക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സകലവും താഴ്മയായി കെഞ്ചുന്നു കേൾക്കണം സ്വർഗീയ നല്ല ദൈവമേ. ആമേൻ.